ഇത് നമ്മളിലുള്ളത് വിവോയുടെ പുതിയ സീരീസ് ആയ X200T സീരീസ് ആണ്. ഇതിന് മുമ്പത്തെ മാസത്തിലൊക്കെ ആകുമ്പോൾ വിവോയുടെ 300ഉം 300 പ്രോ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന വിവോയുടെ 300 അൾട്ര ഇറങ്ങുന്നതാണ്. പക്ഷെ വിവോ ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ സീരീസ് ആണ് വിവോയുടെ X200T സീരീസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ആകുമ്പോൾ വിവോയുടെ 200 മാത്രമാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ ഒരു അപ്ഡേറ്റ് വെർഷൻ ആയിട്ടാണ് ഈ 200T സീരീസ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ തന്നെ ഫ്യൂച്ചേഴ്സും ഇതിന്റെ സ്പെക്കും ഇതിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ഇന്നൊരു വീഡിയോയിൽ പറയുന്നത് ക്യാമറ മെയിൻ ആയിട്ട് പറയുന്നത് ക്യാമറ ക്വാളിറ്റീസ് ആണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറ്റിയ ഒരു ഫോൺ കൂടിയാണ്. സോ അപ്പം ഈ ഒരു വീഡിയോ പറ്റി നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നൊരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വിവോയുടെ ബോക്സ് തന്നെ നോക്കാം. ഫസ്റ്റ് കൊളാബറേഷൻ വിത്ത് സൈസ് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് X200T സീരീസ് എന്ന് പറഞ്ഞ ബോക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ബോക്സ് നോക്കുമ്പോൾ തന്നെ ഒരു ബോക്സി ടൈപ്പ് ആയിട്ടാണ് ഈ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ബോക്സ് എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫോൺ ഇവിടെ കാണും. നമുക്ക് മാറ്റി വയ്ക്കാം. ഫോൺ മാറ്റുമ്പോൾ തന്നെ രണ്ട് ബോക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ബോക്സിൻ്റെ അകത്ത് A2C ടൈപ്പ് ചാർജർ നമുക്ക് ഇതിൽ വരുന്നത്. അതിനുശേഷം ഒരു സിം ഇജക്റ്റിംഗ് ടൂൾ ഉണ്ട്. ഒരു കേസ് ആണ്, നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ മാറ്റിയ ശേഷം നമുക്ക് നേരെ മൊബൈലിലോട്ട് വരാം. അപ്പൊ നമ്മളിലുള്ളത് വിവോയുടെ X200T സീരീസ് ആണ് മൊബൈൽ ഫോൺ. അപ്പം ഇതിന്റെ ഡിസൈനും ക്യാമറ മൊഡ്യൂളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് X300ഉം X300 പ്രോയുടെയും പിന്നെ X200ന്റെയും ഡിസൈൻ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഫുള്ള് കൊടുത്തിട്ടുള്ള മെറ്റൽ ഫ്രെയിം ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ബാക്കിംഗ് ഗ്ലാസ് ആണ്. ഫ്രണ്ടിൽ പ്രൊട്ടക്ഷൻ വരുന്നത് സ്കോട്ട് സെൻസേഷൻ സ്കോറിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ് അവർ ഫ്രണ്ടിൽ കൊടുത്തത്. ഇനി IP റേറ്റിംഗ് വരുന്നത് 69 ആണ് IP റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. കമ്പയർ വിവോ X200 നോക്കുകയാണെങ്കിൽ ഒരു അപ്ഗ്രേഡും കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് പറയാം. വിവോ X200 സീരീസിൽ പറയുകയാണെങ്കിൽ ഒരു ഓവറോൾ ഡിസൈൻ നോക്കുമ്പോൾ ടിപ്പിക്കലി ഒരു വിവോ X സീരീസിന്റെ ലുക്ക് തന്നെ ഈ ഒരു വിവോ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഫോൺ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു ബോക്സി ടൈപ്പ് ആണ്. പ്രീമിയം ലുക്ക് ഒക്കെ നമ്മുടെ ഒരു വിവോ X200T സീരീസിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വിവോ X200T സീരീസിന്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റിംഗ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ബ്രൈറ്റ്നസ് എന്നൊക്കെ പറയുമ്പോൾ 5000 nits ബ്രൈറ്റ്നസ് ആണ്, പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയെങ്കിലും നമുക്ക് യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും HDR സപ്പോർട്ട് ഈ ഒരു വിവോ X200T സീരീസ് നൽകുന്നുണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഗുഡ് ആണ്. ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഓവറോൾ നോക്കുമ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു അടിപൊളി പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ വിവോ X200 സീരീസ് നൽകുന്നുണ്ട്. അപ്പൊ വിവോ X200T സീരീസിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ MediaTek Dimensity 9400 പ്ലസും LPDDR 5X ആണ് ആൻഡ് UFX 4.1 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത മെയിൻ ആയിട്ട് നോക്കുമ്പോൾ ബാറ്ററി പെർഫോമൻസ് ആണ്. ബാറ്ററി കൊടുത്തുള്ള 6200 mAh ബാറ്ററി ആൻഡ് 90 watt ചാർജിങ് വയേർഡ് ചാർജിങ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഉണ്ടെന്ന്. ഈ ഒരു ഫോണിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ വയർലെസ് ചാർജിങ് അവർ പ്രൊവൈഡ് ചെയ്തത് 40 watt ചാർജിലാണ് അവർ വയർലെസ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ 5G സപ്പോർട്ട് കിട്ടും. പിന്നെ വൈഫൈ എന്ന് പറയുമ്പോൾ 7 ആണ് ആൻഡ് ബ്ലൂടൂത്ത് 5.4ഉം NFC-യും കൊടുത്തിരിക്കുന്നു. സോ ഈ ഒരു ഫോൺ അടിപൊളി പെർഫോമൻസ് ചാനലൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇനി നമുക്ക് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ വിവോയുടെ X200Tയുടെ ക്യാമറയാണ് നമ്മൾ ഇനി അടുത്ത് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് സോണിയുടെ IMX92ഉം 50MP-യും അതുപോലെ തന്നെ IMX882ന്റെ 50MP-യും പ്ലസ് 3X പെരിസ്കോപ്പ് ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാംസങ്ങിനുടെ JN-ഉം അൾട്രാ വൈഡ് 50MP ആണ് കൊടുത്തിട്ടുള്ളത് ക്യാമറ. പിന്നെ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ 32MP ആണ് ഫ്രണ്ട് ക്യാമറയും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്യാമറ എടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും പിന്നെ വൈഡിൽ എടുത്തിട്ടുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ താഴെ ഗൂഗിൾ ഡ്രൈവിൽ ലിങ്ക് ഉണ്ട്, കയറി നോക്കുക. T200Tയുടെ ഫ്രണ്ട് ക്യാമറ സ്റ്റെബിലൈസേഷൻ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കണേ. നമുക്ക് ഓടി നോക്കാം. വിവോയുടെ X200T സീരീസിൽ വേറൊരു അടിപൊളി സംഭവമാണ് ഈ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ 5 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആൻഡ് 7 years സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഈ ഒരു വിവോ X200T സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബഡ്ജറ്റിലൊക്കെ നോക്കുമ്പോൾ ഒരു അടിപൊളി ഫോൺ നമുക്ക് വേണമെങ്കിൽ പറയാം വിവോ ഇറക്കിയിട്ടുള്ളത് X200T സീരീസ് എന്ന് പറയുമ്പോൾ. അപ്പൊ വിവോയുടെ X200T സീരീസിന്റെ ഒരു അടിപൊളി ഫോണാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഇതിന്റെ പെർഫോമൻസ് ചാനലൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു. അപ്പൊ അടിപൊളി പെർഫോമൻസ് ചാനലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ കൂടുതൽ അടുത്ത അൺബോക്സിംഗ് വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.